എന്റെ മുൻപാകെ ശോഭയേറും രാജ്ഞിയായിട്ട് എന്റെ രാജാവെഴുന്നെള്ളുമ്പോൾ തൻ്റെ മുൻപാകെ ശോഭയേറും രാജ്ഞിയായി മാർവിലെന്നെ ചേർത്തിടും തൻ പൊന്നുമാർവിൽ മുത്തിടും ഞാൻ. മാർവിലെന്നെ ചേർത്തിടും തൻ പൊന്നുമാർവിൽ മുത്തിടും ഞാൻ. ആയെനിക്ക് മഹാഭാഗ്യം ദൈവമേ നീയൊരുക്കിയേ. ആയെനിക്ക് മഹാഭാഗ്യം ദൈവമേ നീ ഒരുക്കിയേ. എന്റെ സമ്പത്തെന്നു ചൊല്ലുവാൻ വേറെയില്ലൊന്നും, യേശു മാത്രം സമ്പത്താകുന്നു. എന്റെ സമ്പത്തെന്നു ചൊല്ലുവാൻ വേറെയില്ലൊന്നും, യേശു മാത്രം സമ്പത്താകുന്നു. എന്റെ ദേശമിതരയല്ല, അന്യനായി സാധു ഹാമിൻ ദേശം വിട്ടുപോകുന്നു. എന്റെ ദേശം ഇതരയല്ല, അന്യനായി സാധു ഹാമിൻ ദേശം വിട്ടുപോകുന്നു. മേലിലുള്ള യെരൂശലേമേ ചേർത്തുകൊള്ളുവാനൊരുങ്ങീത്തൻ. മേലിലുള്ള യെരൂശലേമേ ചേർത്തുകൊള്ളുവാനൊരുങ്ങീത്തൻ. ശോഭയേറും വാതിലുകൾ എനിക്കായി ഉയർത്തുന്നു. ശോഭയേറും വാതിലുകൾ എനിക്കായി ഉയർത്തുന്നു. എന്റെ സമ്പത്തെന്നു ചൊല്ലുവാൻ വേറെയില്ലൊന്നും, യേശു മാത്രം സമ്പത്താകുന്നു. എന്റെ സമ്പത്തെന്നു ചൊല്ലുവാൻ വേറെയില്ലൊന്നും, യേശു മാത്രം സമ്പത്താകുന്നു. ദൈവ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കടന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിലുള്ള വന്ദനങ്ങളെ അറിയിക്കുന്നു. നമുക്ക് ഒട്ടും സമയം കളയാതെ ദൈവവചനത്തിലേക്ക് പ്രവേശിക്കാം. ബുക്ക് ഓഫ് ഹീബ്രൂസ്, എബ്രായ ലേഖനം 11-ാം അധ്യായം, അതിന് 15 വരെയുള്ള വാക്യങ്ങളും 16 നമ്മൾ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തായിരുന്നു. 16-ാമത്തെ വാക്യം നമുക്ക് ഒന്നും കൂടെ വായിക്കാം. ബുക്ക് ഓഫ് ഹീബ്രൂസ് ചാപ്റ്റർ 11 വേഴ്സ് 16. ഓക്കെ. ദൈവം നമ്മുടെ ദൈവം എന്ന് പറയാൻ ദൈവം ലജ്ജിക്കാതിരിക്കണം എങ്കിലുള്ള കാര്യങ്ങളെപ്പറ്റി നമ്മൾ മുകളിലുള്ള ആകയാൽ എന്നുള്ള പദം തൊട്ട് അവിടുന്ന് മുമ്പോട്ടുള്ള ദൈവഭക്തന്മാരെ പറ്റി ഒരു ലിസ്റ്റ് അവിടെ പറഞ്ഞതിന് ശേഷം, അതായത് they were describing about heroes of faith in verse 1 to 14 and 1 to 15, and on verse 16 it says, I am not ashamed to be called their God. ഞാൻ അവരുടെ ദൈവം എന്ന് വിളിക്കപ്പെടുവാൻ ലജ്ജിക്കുന്നില്ല എന്ന് ദൈവം പറയാനുള്ളവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്ന് നമ്മൾ ചിന്തിച്ചു. ഞാനത് ഒരിക്കൽ കൂടെ ജസ്റ്റ് ഒന്ന് പറഞ്ഞ് ദൈവസന്നിധിയിൽ ഇരിക്കുവാൻ ആഗ്രഹിക്കുന്നു. നമ്മൾ എന്ത് വിശ്വാസത്താൽ കിട്ടുമെന്ന് ആലോചിച്ചുകൊണ്ട് ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ, ഇവിടെ വിശ്വാസത്താൽ തനിക്കുള്ളതിനെ ഏറ്റവും നല്ലതിനെ കൊടുക്കുവാൻ തയ്യാറായ ഹാബേലിനെ നോക്കി ദൈവം പറയുന്നു, ഞാൻ ഹാബേലിൻ്റെ ദൈവം എന്ന് വിളിക്കപ്പെടുവാൻ ലജ്ജിക്കുന്നില്ല. ഹല്ലേലൂയ. നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. നമ്മൾ ദൈവസന്നിധിയിൽ നിന്ന് പ്രാർത്ഥിക്കുന്നത്, ഒരു ദൈവദാസൻ പറഞ്ഞായിരുന്നു, നമേ 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 എന്നാണ് പ്രാർത്ഥിക്കുന്നതെന്ന്. അത് എനിക്ക് കിട്ടണമേ, അനുഗ്രഹിക്കണമേ. ആ പ്രാർത്ഥന മാറ്റി കൊടുക്കാൻ ദൈവസന്നിധിയിൽ തയ്യാറായി കഴിഞ്ഞാൽ, എന്നെ അനുഗ്രഹിക്കണമേ, എൻ്റെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമേ, ജോലി അനുഗ്രഹിക്കണമേ, ഇത് മാറ്റിയിട്ട് ദൈവസന്നിധിയിൽ നമുക്ക് എന്ത് ദൈവത്തിന് കൊടുക്കാൻ പറ്റും?
ഹല്ലേലൂയ. കൊടുക്കുക. അതിപ്പോൾ നമ്മുടെ ആരോഗ്യമായാലും നമ്മുടെ സമയമായാലും ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഏത് കാര്യം, നമ്മുടെ കഴിവുകളായിക്കോട്ടെ, നമ്മുടെ താലന്തുകളായിക്കോട്ടെ, ദൈവനാമത്തിന് വേണ്ടി എങ്ങനെയൊക്കെ രീതിയിൽ ദൈവസന്നിധിയിൽ പ്രയോജനപ്പെടുവാൻ, ദൈവസന്നിധിയിലേക്ക് കൊടുക്കുമ്പോഴത്തേക്ക് യു ഷുഡ് ഗിവ് യുവർ ബെസ്റ്റ്. ഹാബേല് എന്തെങ്കിലും കൊണ്ടല്ല കൊടുത്തത്, തനിക്കുണ്ടായിരുന്നതിൽ ഏറ്റവും ബെസ്റ്റ് കൊടുത്ത ഹാബേലിനെ നോക്കിയ ദൈവം പറയുന്നത്, ഞാൻ അവൻ്റെ ദൈവം എന്ന് പറയാൻ ഞാൻ ലജ്ജിക്കുന്നില്ലെന്ന്. കയ്യിനും കൊടുത്തായിരുന്നു, കൊടുത്തില്ലെന്നൊന്നും പറയാൻ പറ്റത്തില്ല. പക്ഷേങ്കിൽ ഹാബേലിനെ നോക്കി ദൈവം പറയുകയാണ്, ഞാൻ അവൻ്റെ ദൈവം എന്ന് പറയാൻ ലജ്ജിക്കുന്നില്ല എന്ന് പറയാൻ കാരണം, ഹി ഗേവ് ഹിസ് ബെസ്റ്റ്. വെൻ യു ഗീവ് സംതിങ് ടു ഗോഡ്, ഗീവ് യുവർ ബെസ്റ്റ്. ഞാൻ പറയാറുണ്ട്, ഡോണ്ട് ഗീവ് ഗോഡ് ദ റെസ്റ്റ്, ഗീവ് ദ ബെസ്റ്റ്. നമുക്ക് റെസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ബാക്കിയുള്ളത് എന്തെങ്കിലും മേടിക്കാനല്ല ദൈവസന്നിധിയിലിരിക്കുന്നത്. എല്ലാം കഴിഞ്ഞിട്ട് സമയം ഉണ്ടെങ്കിൽ പ്രാർത്ഥിക്കാം, എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ട് വേറെ ഒരു പരിപാടി ഇല്ലെങ്കിൽ ഒരു 5 മിനിറ്റ് പ്രാർത്ഥിക്കാം. No, God doesn't want your rest of your time. God wants the best time of your life. Hallelujah. പല ഈ റിട്ടയർമെൻറ്റ് കഴിഞ്ഞിട്ട് ദൈവത്തിലേക്ക് ഇറങ്ങുന്ന പല ദൈവദാസന്മാരെ ഞാൻ കണ്ടിട്ടുണ്ട്. എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ട് 10-60 വയസ്സാകുമ്പോഴത്തേക്ക് ഇനിയിപ്പോൾ വേറെ പരിപാടികളൊന്നുമില്ല, കറക്റ്റായിട്ട് പെൻഷനും കാര്യങ്ങളും. ഇവിടെ പിന്നെ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല, കറക്റ്റായിട്ട് പെൻഷനും കാര്യങ്ങളും എല്ലാം കറക്റ്റായിട്ട് വരുന്നുണ്ട്. ഇനി വേറെ മക്കളെയും കല്യാണം കഴിച്ചു സെറ്റിൽ ചെയ്തു, ഇനി വേറെ ഒരു പരിപാടി, എന്നാൽ പിന്നെ ദൈവം ചെയ്യാം. കർത്താവ് അങ്ങനല്ല ചെയ്തത്. തൻ്റെ നല്ല യൗവനമാണ് നമുക്ക് വേണ്ടി തന്നത്. 33.5 വയസ്സെന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നല്ല എനർജറ്റിക് ആയിട്ടുള്ള ആ ഒരു ലൈഫാണ് നമുക്ക് വേണ്ടി തന്നത്. നമ്മൾ ദൈവത്തിന് വേണ്ടി കൊടുക്കുവാണെങ്കിൽ ഗീവ് അവർ ബെസ്റ്റ്. ദൈവത്തിന് വേണ്ടി പാടുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ കൊണ്ട് പറ്റാവുന്ന ഏറ്റവും നല്ല രീതിയിൽ പാടുക. ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും ഇൻസ്ട്രുമെൻറ്റ്സ് ചെയ്യാൻ തയ്യാറായി കഴിഞ്ഞാൽ നമ്മളെ കൊണ്ട് നമ്മുടെ കഴിവിൻ്റെ പരമാവധി ചെയ്യുക. ഗീവ് ബെസ്റ്റ്. അങ്ങനെയുള്ളവരെ നോക്കി ദൈവം പറയുന്നു, ഞാൻ അവൻ്റെ ദൈവം എന്ന് പറയാൻ ഞാൻ ലജ്ജിക്കുന്നില്ല. ഹല്ലേലൂയ. 2, വിശ്വാസത്താൽ ദൈവത്തിൻ്റെ കൂടെ നടന്ന് ദൈവത്തെ പ്രസാദിപ്പിച്ച് മരണം കാണാതെ എടുക്കപ്പെട്ട ഹാനോക്കിനെ നോക്കി ദൈവം പറയുന്നു, ഞാൻ ഹാനോക്കിൻ്റെ ദൈവം എന്ന് പറയാൻ ലജ്ജിക്കുന്നില്ല. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ കൂടെ നടന്നു. ഞാൻ പറഞ്ഞല്ലോ, ഇങ്ങനെ നടന്ന് ഒരു ദിവസം അങ്ങ് എത്തി. അങ്ങനെ നടന്നെത്തിയ ഹാനോക്കിനെ നോക്കി ദൈവം പറയാണ്, ഐ എം നോട്ട് അഷെയിംഡ് ടു ബി കോൾഡ് ദ ഗോഡ് ഓഫ് ഹാനോക്ക്. ഹല്ലേലൂയ. വിശ്വാസത്താൽ ദൈവിക മുന്നറിയിപ്പുകൾ കാര്യമായി എടുത്ത് ദൈവം പറഞ്ഞതനുസരിച്ച് പെട്ടകമുണ്ടാക്കി തൻ്റെ കുടുംബത്തെ ആ ഒരു വലിയ ജലപ്രളയത്തിൽ നിന്ന് രക്ഷിച്ച നോഹയെ നോക്കി ദൈവം പറയുന്നു, ഞാൻ അവൻ്റെ മകൻ അല്ലെങ്കിൽ ഞാൻ അവൻ്റെ ദൈവം എന്ന് പറയാൻ ലജ്ജിക്കപ്പെടുന്നില്ല. ഞാൻ ഇത് 2-3 പ്രാവശ്യം പറഞ്ഞതാ. വെൻ ദ ഹോൾ വേൾഡ് വാസ് റണ്ണിങ് ബിഹൈൻഡ് സിൻ, ലോകം മൊത്തം പാപത്തിൻ്റെ പുറകെ ഓടിക്കൊണ്ടിരുന്നപ്പോൾ ഒരു മനുഷ്യൻ ദൈവത്തിൻ്റെ കൂടെ നടക്കുക. അങ്ങനെ ദൈവത്തിൻ്റെ കൂടെ നടന്ന നോഹയെ നോക്കി ദൈവം പറയുന്നു, ഞാൻ നോഹയുടെ ദൈവം എന്ന് പറയാൻ വിളിക്കപ്പെടുവാൻ ലജ്ജിക്കുന്നില്ല. ഹല്ലേലൂയ. സാഹചര്യങ്ങളെ നോക്കാതെ ദൈവ വിളി കേട്ട് വിശ്വാസത്തിൻ്റെ ചുവടുകൾ എടുത്തു വെച്ച അബ്രഹാമിനെ നോക്കി ദൈവം പറയുന്നു, ഞാൻ അബ്രഹാമിൻ്റെ ദൈവം എന്ന് വിളിക്കപ്പെടുവാൻ ലജ്ജിക്കുന്നില്ല. സാഹചര്യങ്ങൾ നോക്കിയില്ല, വിശ്വാസത്തോടെ ചുവടുകൾ. 8-ാം വാക്യം ഒന്ന് വായിക്കുക, 11-ാം അധ്യായം തന്നെ. കഴിഞ്ഞ ദിവസം എന്നെ ഒത്തിരി ചിന്തിപ്പിച്ചൊരു ചിന്തയാ. വെൻ ഹി വാസ് കോൾഡ് ടു ഗോ എന്ന് ഇംഗ്ലീഷിൽ വായിക്കുന്നത്. അതായത് ദൈവം അവനെ വിളിച്ചപ്പോൾ തന്നെ അബ്രഹാം പാക്കിങ് തുടങ്ങി. മനസ്സിലായോ? വെൻ ഹി വാസ് കോൾഡ് ടു ഗോ, ദൈവം അബ്രഹാമിനെ വിളിച്ചു, മോനെ എന്ന് വാ, എനിക്ക് നിന്നെ കാണിപ്പാനിരിക്കുന്ന ഒരു ദേശത്തേക്ക് പോകാമെന്ന് പറഞ്ഞ് ദൈവം അവനെ വിളിച്ചപ്പോൾ തന്നെ അബ്രഹാം മറ്റേ സൈഡിൽ നിന്ന് പാക്കിങ് തുടങ്ങി പോകാൻ വേണ്ടി. നമ്മുടെ അടുത്ത് ദൈവം ഒരു കാര്യം പറഞ്ഞു, ഞാൻ ഒത്തിരി ചിന്തിച്ചു അത്. എൻ്റെ അടുത്ത് ദൈവം ഒരു കാര്യം പറഞ്ഞാൽ എനിക്ക് 100 ക്വസ്റ്റ്യൻ കാണും അങ്ങോട്ട്. ഇതങ്ങനെ പോയി കഴിഞ്ഞാൽ എങ്ങനെ ശരിയാവുന്നു? ഞാനിപ്പോൾ ദൈവവേലയ്ക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ എൻ്റെ കുഞ്ഞുങ്ങളുടെ ഭാവി എന്താവും? ഞാനിപ്പോൾ ഫുൾ ടൈം മിനിസ്ട്രിക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ആരെൻ്റെ കുഞ്ഞുങ്ങളുടെ ഭാവി നോക്കും? അല്ലെങ്കിൽ എൻ്റെ കാര്യം എവിടെ എത്തും? അല്ലെങ്കിൽ എന്തോ കാര്യമായാലും ഐ ഹാവ് മെനി ക്വസ്റ്റ്യൻസ് ബിഫോർ ഗോഡ് ബിഫോർ ടേക്കിംഗ് എ സ്റ്റെപ്പ് ഓഫ് ഫെയ്ത്ത്. പക്ഷേങ്കിൽ ദൈവം വിളിച്ചപ്പോൾ തന്നെ അപ്പുറത്തെ ദൈവം വിളിച്ച് അതിൻ്റെ പൂർത്തീകരണത്തിലേക്ക് എത്തുമ്പോഴത്തേക്ക് ദൈവം വിളിച്ച സമയത്ത് തന്നെ ഇവിടെ അബ്രഹാം എന്തോ വിശ്വാസത്താല പാക്ക് ചെയ്യുന്നതെന്നറിയാവോ? എങ്ങോട്ടാ പോകുന്നതെന്നറിയത്തില്ല, എന്തുവാ ചെയ്യുന്നതെന്നറിയത്തില്ല, നാളെ എന്താകുമെന്നറിയത്തില്ല. ഒറ്റ കാര്യം അറിയാം, വിളിച്ച ദൈവം വിശ്വസ്തനാ. ഹല്ലേലൂയ. അവൻ ആ വാക്ക് പറഞ്ഞ് നിങ്ങളെ വിളിച്ചിറക്കിയെങ്കിൽ വിശ്വാസത്തിൻ്റെ സ്റ്റെപ്പുകൾ വെച്ചോ ലജ്ജിക്കുവാൻ അവൻ സമ്മതിക്കത്തില്ല. ഹല്ലേലൂയ. Take the steps of faith. Hallelujah. When God is calling, we should be packing. When God is calling, we should be packing. Hallelujah. That is the peculiarity of walking in faith. Hallelujah. ദൈവം വിളിച്ചപ്പോൾ രക്തബന്ധങ്ങളെ നോക്കാതെ
അപ്പനെയോ അമ്മയോ നോക്കാതെ വിശ്വാസത്താൽ ദൈവവിളിയായിട്ട് ഇറങ്ങിയ അബ്രഹാമിനെ നോക്കി ദൈവം പറഞ്ഞു, ഞാൻ അവൻ്റെ ദൈവം എന്ന് പറയാൻ വിളിക്കപ്പെടുവാൻ ലജ്ജിക്കുന്നില്ല. ഹല്ലേലൂയ. ദൈവത്തോടു കൂടെ യാത്ര ചെയ്യുമ്പം എപ്പോഴും ഒരു വേർപാടിൻ്റെ ആവശ്യമുണ്ട്. അബ്രഹാമിനെ ദൈവം വിളിച്ച് ഇറക്കിയത് സ്വന്തം അപ്പൻ്റെയും അമ്മയും വിട്ട് ഇറങ്ങാനാണ് പറഞ്ഞേക്കുന്നത്. അവിടെ നമ്മൾ വായിക്കുന്നത് സെപ്പറേഷൻ ഫ്രം ദ ഓൾഡ്. ദൈവസന്നിധിയിൽ നമ്മൾ വരുമ്പോഴത്തേക്ക് ദൈവം എപ്പോഴും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് സെപ്പറേഷൻ ഫ്രം ദ ഓൾഡ്. ദൈവത്തോട് കൂടെ നമ്മൾ നടക്കുമ്പോൾ എപ്പോഴും ഓർക്കണം, പഴയതിൽ നിന്നും ഒരു വേർപാട് ദൈവം എന്നും ആഗ്രഹിക്കുന്നുണ്ട്. പഴയതിൽ നിന്ന് അല്ലെങ്കിൽ അതിൽ തുടർന്നുകൊണ്ട് ഒരു അഡ്ജസ്റ്റ്മെന്റ് ലൈഫ് ദൈവം ആഗ്രഹിക്കുന്നില്ല ഒരിക്കലും. ക്രിസ്ത്യൻ ലൈഫ് ഈസ് നോട്ട് എൻ അഡ്ജസ്റ്റ്മെന്റ് ലൈഫ്, ഇറ്റ് ഈസ് എ സെപ്പറേറ്റഡ് ആൻഡ് ഹോളി ലൈഫ്. വിശുദ്ധിയും വേർപാടോടും ജീവിക്കേണ്ട ഒന്നാണ് ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത്. രക്ഷ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ന്യൂ ലൈഫ് ആൻഡ് ഹോളി ലൈഫ്. നമുക്ക് പലപ്പോഴും സംഭവിക്കുന്നുണ്ട്, വി നീഡ് എ ന്യൂ ലൈഫ്. നമുക്ക് പുതിയ ജീവിതം വേണം, പഴയത് വിടാനും താല്പര്യമില്ല. പഴയതും വേണം പുതിയതും വേണം, ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ ഓക്കെ അങ്ങ് പോവാം. പക്ഷേ God, when he called Abraham, when he asked him to leave his father, his mother and his wealth and his job and everything, he took the step of faith. Hallelujah. ആ വേർപാടിൽ തുടങ്ങിയ ആ യാത്ര ഉണ്ടല്ലോ, ദൈവം അങ്ങ് എത്തിച്ചു. ദൈവം വേർപാട് ആഗ്രഹിക്കുന്നിടത്ത് അഡ്ജസ്റ്റ്മെന്റിന് പോകരുത്. ഹാലലൂയ. ഒത്തിരി ഒരു പക്ഷെങ്കിൽ അവിടെ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പം ഒത്തിരി ആ സമയത്ത് ഫിനാൻഷ്യൽ ബെനിഫിറ്റ്സ് കാണുമായിരിക്കും. ഫിനാൻഷ്യൽ ബെനിഫിറ്റ്സ് നോക്കി ദൈവത്തിൻ്റെ വേലയ്ക്ക് ഇൻ ദ സെൻസ് ദൈവത്തിൻ്റെ വിളി കേട്ട് ഇറങ്ങാതിരിക്കരുത്. അവിടെ നിന്നായിരുന്നേ അവൻ്റെ ബിസിനസ് എല്ലാം നല്ലപോലെ നടന്നു പോയേനെ. പക്ഷെ അതല്ല ദൈവത്തിന് അവനെക്കുറിച്ചുള്ള ഉദ്ദേശം. ബിസിനസ് നടത്തി അവിടെ ജീവിക്കാനല്ല, അവനെക്കുറിച്ചുള്ള ഒരു വലിയ ദൈവിക പദ്ധതിയുണ്ട്. അവൻ അവിടെ നിന്ന് കഴിഞ്ഞാൽ ആ പദ്ധതി നടക്കത്തില്ല. ഹല്ലേലൂയ. ഇന്ന് രാവിലെ ഇന്ന് ഇംഗ്ലീഷ് സർവീസിൽ ഞാൻ പറഞ്ഞായിരുന്നു, യോസഫിനെ കുറിച്ചുള്ള ദൈവിക വിളി എന്ന് പറഞ്ഞാൽ അവനെ രാജാവാക്കാനായിരുന്നു. God doesn't always show 10 steps ahead of you. നമ്മുടെ മുമ്പിലുള്ള 10 സ്റ്റെപ്പ് അവസാനം എന്തോ സംഭവിക്കുന്നത് ദൈവം കാണിക്കത്തില്ല. But he makes clear the next step that you need to take. അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് കാണിക്കും. യോസഫിൻ്റെ ജീവിതത്തിൽ നോക്കുവാണെങ്കിൽ അങ്ങേ അറ്റം ദൈവം പറഞ്ഞു, ഏതാ നിന്നെ മന്ത്രിയാക്കും, നീ അല്ലെങ്കിൽ ആ ഒരു ലെവലിലോട്ട് വരുമെന്ന് പറഞ്ഞു. പക്ഷെ അതിൻ്റെ ഇടയ്ക്കുള്ള നടക്കുന്ന കാര്യങ്ങളൊന്നും പറഞ്ഞില്ല. ഇടയ്ക്കുള്ള കാര്യം ആദ്യമേ പറഞ്ഞായിരുന്നെങ്കിൽ യോസഫ് പറഞ്ഞേനെ, വേണ്ട അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഞാനിവിടെ അപ്പൻ്റെ പെറ്റായിട്ട്, അപ്പൻ്റെ ബെസ്റ്റിയാണല്ലോ അപ്പൻ എന്നെ ഭയങ്കര ഇഷ്ടമാണ്, ഞാൻ ഇവിടേക്ക് അങ്ങ് ഒതുങ്ങി കൂടിക്കോളാം, ഒരു പ്രശ്നമില്ലല്ലോ, അപ്പൻ എന്നെ ഭയങ്കര ഇഷ്ടമാണ്, വീട്ടുകാർക്ക് എന്നെ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങേ അറ്റം മാത്രമേ കാണിച്ചുള്ളൂ. ഇടയ്ക്കുള്ള ഈ പൊട്ടക്കിണറും ജയിലും കാരാഗ്രഹവും ഒന്നും കാണിച്ചില്ല. കാണിക്കാൻ എന്താണെന്ന് വെച്ചാൽ കാണിച്ച ഇവൻ പറയും വേണ്ടാന്ന്. നമ്മളെയും ദൈവം വാഗ്ദത്തത്തിൻ്റെ ചിലപ്പോൾ അറ്റത്തെ കാണിക്കത്തുള്ളൂ. ഇപ്പുറത്തെ ഇടയ്ക്കുള്ള വഴിയൊന്നും കാണിക്കാത്തതിൻ്റെ കാര്യം എന്താ പറയുക, കാണിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയും കർത്താവ് എനിക്കിതൊന്നും വേണ്ട, ഞാൻ ഇവിടെ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്തോളാം. ഈ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ നിൽക്കാനല്ല ദൈവം നമ്മളെ വിളിക്കുന്നത്. ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ചില വാഗ്ദത്തങ്ങളുണ്ട്. അത് നിവർത്തീകരണത്തിലേക്ക് വരണമെങ്കിൽ ചില വിശ്വാസത്തിൻ്റെ സ്റ്റെപ്പ് എടുത്തു വെക്കണം. വിടേണ്ടതിനെ വിടണം, വേണ്ട എന്ന് പറയേണ്ടടുത്ത് നോ പറയാൻ സാധിക്കണം, യെസ് എന്ന് പറയേണ്ടടുത്ത് യെസ് പറയാൻ സാധിക്കണം. അങ്ങനെ വിശുദ്ധിയോടെ ജീവിച്ച, വേർപാടോടെ ജീവിച്ച, ദൈവത്തിന് വേണ്ടി വിശ്വാസത്താൽ സ്റ്റെപ്പ് എടുത്തു വെച്ച അബ്രഹാമിനെ നോക്കി ദൈവം പറഞ്ഞു, I am not ashamed to be called as the God of Abraham. Hallelujah. We cannot be with the world and God at the same time. ലോകത്തോടും ദൈവത്തോടും കൂടെ ഒരുമിച്ചൊരു അഡ്ജസ്റ്റ്മെന്റ് ഒരു ദൈവവൈതലിന്റെ ജീവിതത്തിൽ നടക്കത്തില്ല. It is very clear. Scripture says friendship with the world means enmity against God. യാക്കോബിന്റെ ലേഖനം 4-ാം അധ്യായം 4-ാം വാക്യം ഞാൻ പറഞ്ഞത്. Friendship with the world means enmity against God. ലോകസ്നേഹം ദൈവത്തോട് ശത്രുത്വമാകുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? ആകയാൽ ലോകത്തിന്റെ സ്നേഹിതനാകുവാൻ ഇച്ഛിക്കുന്നവരെല്ലാം ദൈവത്തിന്റെ ശത്രുവാകുന്നു. ഇവിടെ വെച്ച് നീ ആലോചിച്ചോണം, എനിക്ക് ലോകം വേണോ ദൈവം വേണോ? അവിടെ കറക്റ്റായിട്ട് പറഞ്ഞേക്കുന്ന, ആകയാൽ ലോകത്തിൻ്റെ സ്നേഹിതൻ ആകുവാൻ ഇച്ഛിക്കുന്നവനെല്ലാം ദൈവത്തിൻ്റെ ശത്രുവാകുന്നു. ലോകത്തോട് കോംപ്രമൈസ് പറയണോ അതോ ദൈവത്തോട് യെസ് പറയണോ?
ഏതെങ്കിലും തരത്തിൽ, ഞാൻ എന്നെ ഉൾപ്പെടെ പറയുന്നത്, ഏതെങ്കിലും കാര്യത്തിൽ നാം ലോകത്തോട് പറ്റുമാനം ഉണ്ടായിട്ടാണ് ഇന്ന് ദൈവസന്നിധിയിലായിരിക്കുന്നതെങ്കിൽ, let me make it clear this evening, you are in enmity with God. ലോകത്തോട് സ്നേഹമുള്ളവൻ ദൈവത്തോട് ശത്രുത്വമാ. അത് ഏത് കാര്യത്തിലായാലും. അഡ്ജസ്റ്റ്മെന്റ് is not there in a Christian's life. ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ അഡ്ജസ്റ്റ്മെന്റ് ഇല്ല. ഹല്ലേലൂയ. വേർപാടിന്റെ യാത്ര വിശ്വാസത്താൽ ആരംഭിച്ച അബ്രഹാമിനെ നോക്കി ദൈവം പറയുന്നു, ഞാൻ അബ്രഹാമിന്റെ ദൈവം എന്ന് വിളിക്കപ്പെടുവാൻ ലജ്ജിക്കുന്നില്ല. ഇനി പുത്രോത്പാദനത്തിന് യാതൊരു സാധ്യതയും ഇല്ലാതിരുന്നപ്പോൾ അസാധ്യങ്ങളുടെ മധ്യേ ദൈവത്തെ അന്ധമായി വിശ്വസിച്ച അബ്രഹാമിനെ നോക്കി ദൈവം പറയുന്നു, ഞാൻ അബ്രഹാമിന്റെ ദൈവം എന്ന് വിളിക്കപ്പെടുവാൻ ലജ്ജിക്കുന്നില്ല. ആരും കാണാത്തത് കാണുന്നതാണ് വിശ്വാസം. ആരും കേൾക്കാത്തത് കേൾക്കുന്നതാണ് വിശ്വാസം. ഒരുപക്ഷെ ലോകത്തിന് കാണാൻ പറ്റിയിട്ടില്ല, അല്ലെങ്കിൽ ലോകം പറയും അങ്ങനൊരു സാധ്യതയേ ഇല്ല. ഞാൻ അതിനു മുമ്പ് പറഞ്ഞല്ലോ, 75-ാമത്തെ വയസ്സിൽ അബ്രഹാമിന് ദൈവം വാഗ്ദത്തം കൊടുക്കുമ്പോൾ അന്ന് ഇച്ചിരിയെങ്കിലും ഒരു ചാൻസ് ഉണ്ടായിരുന്നു. ഒരു കുഞ്ഞിനെ കിട്ടാൻ വേണ്ടി. ഈ വാഗ്ദത്തം പിടിച്ച് 25 വർഷം കഴിഞ്ഞു. 25-ാമത്തെ വർഷം കഴിഞ്ഞ് 100-ാമത്തെ വയസ്സായപ്പോഴത്തേക്ക് ഉള്ള പോസിബിലിറ്റിയും കൂടെ പോയി. 10% പോയിട്ട് 0% പോസിബിലിറ്റി പോലും ഇല്ല. പക്ഷെ അവിടെയും വിശ്വസിച്ചു. കാണാത്തതിനെ കണ്ടുകൊണ്ട് വിശ്വസിച്ച അബ്രഹാമിനെ നോക്കി, സാറായെ നോക്കി ദൈവം പറയുന്നു, I am not ashamed to be called their God. Hallelujah. അടുത്തത് ലോകത്തിലെ, ഞാൻ ഇതിന്റെ ഓരോ വാക്യങ്ങളാട്ടോ ഞാൻ പറഞ്ഞു പോകും. ദൈവം ലോകത്തിലെ സകല അനുഗ്രഹങ്ങളെ കൊടുത്തിട്ടും ദൈവത്തോട് അബ്രഹാം പറയുന്നുണ്ട്, അബ്രഹാം ചെയ്തൊരു കാര്യമുണ്ട്, കൂടാരങ്ങളിൽ പാർത്തു എന്ന് നമ്മൾ വായിക്കുന്നത്. ദൈവം ലോകത്തിലെ എല്ലാ ബ്ലെസ്സിങ്ങും കൊടുത്തു. നമ്മൾ ആലോചിക്കണം, നമ്മൾ അബ്രഹാമിനെ പറ്റി നമ്മൾ പറയുമല്ലോ, ദൈവം ഭയങ്കരമായിട്ട് ബ്ലെസ് ചെയ്ത്, എല്ലാം ട്രൂവാ. ഈ ബ്ലെസ് ചെയ്ത അബ്രഹാമിന്, ഈ ലോകത്തിലെ എല്ലാ ബ്ലെസ്സിങ്ങും ഉണ്ട്. അബ്രഹാമിന് സ്വന്തമായിട്ടൊരു വീടില്ലായിരുന്നു. അബ്രഹാമിന് ദൈവം ആടും മാടും എല്ലാം കൊടുത്തു. അവൻ താമസിച്ചതെല്ലാം കൂടാരങ്ങളിലാണ്. ഭാര്യ അടക്കാൻ ആണ് സ്ഥലം മേടിച്ചത്. അങ്ങനെ നടന്ന അബ്രഹാമിനെ നോക്കി ദൈവം പറയാണ്, I am not ashamed to be called their God. Hallelujah. അബ്രഹാം പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ കൂടാരങ്ങളിൽ പാർത്തോളാം, എനിക്ക് ഒറ്റ കാര്യമുള്ളൂ, I want to see you. ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമിട്ടവുമായ നഗരത്തിനായി ഞാൻ കാത്തുപാർക്കുന്നു. Hallelujah. His focus was on eternity, not on the things of this world. ചേർന്നിടുമേ ഞാനും വേഗം ആ കൂട്ടത്തിൽ ശുദ്ധരോടൊന്നിച്ച് ആനന്ദിപ്പാ. ചേർന്നിടുമേ ഞാനും ആ കൂട്ടത്തിൽ ശുദ്ധരോടൊന്നിച്ച് ലോകം വേണ്ട എനിക്കൊന്നും, എന്റെ താതന്റെ സന്നിധം ചേർന്നാ മതി. ലോകം വേണ്ട എനിക്കൊന്നും വേണ്ട, എന്റെ താതന്റെ സന്നിധം ചേർന്നാൽ മതി. ഓ തന്മക്കളിൻ കണ്ണുനീരെല്ലാം താതൻ താൻ എന്നേക്കുമായി തുടച്ചീതല്ലോ. തന്മക്കളിൻ കണ്ണുനീരെല്ലാം തുടച്ചീതല്ലോ. പലർക്കും ഈ പാട്ടൊക്കെ പാടുമ്പോൾ തന്നെ പേടി, ആരെങ്കിലും മരിക്കുമോന്ന്. മരിക്കുമ്പോൾ പാടുന്ന പാട്ടല്ല, ജീവിച്ചിരിക്കുമ്പോൾ പാടുന്ന പാട്ടുകളാണ്. ഐ ലവ് ദീസ് കൈൻഡ് ഓഫ് സോങ്സ് വെരി മച്ച്. പക്ഷെങ്കിൽ പാടാൻ എളുപ്പമാണ്. ചേർന്നിടുമേ ഞാനും വേഗം, ലോകം വേണ്ട എനിക്കൊന്നും വേണ്ട, എൻ്റെ താതൻ്റെ സന്നിധം ചേർന്നാൽ മതി. പ്രാർത്ഥനയ്ക്ക് വരാൻ സമയമില്ല, എന്നിട്ടാ പാടുന്ന ലോകം വേണ്ട. ഇന്നലെ വന്നവർക്കറിയാം, ഹൗ മെനി പീപ്പിൾ വന്നവർക്കറിയുന്നില്ല എത്ര ഒരു മീറ്റിങ്ങിനുണ്ടായിരുന്നു. ഞാൻ ഐ ഡോണ്ട് വാണ്ട് ടു ഗെറ്റ് ഇൻടു ദാറ്റ്. ലോകം വേണ്ട, എന്തോ രസമാണ് പാടാൻ. It is not about our comfort zone. It is, Christian life is about leaving your comfort zone.
സുഖിച്ച് അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതിലൂടെ എല്ലാം കഴിഞ്ഞിട്ട് ബാക്കി ഉണ്ടെങ്കിൽ ദൈവത്തിന് കൊടുക്കുന്നവരെ പറ്റിയല്ല ഇവിടെ പറയുന്നത്. ലീവ് യുവർ കംഫർട്ട് സോൺ. അതിന് ചിലപ്പോൾ കുറച്ച് നമ്മുടേതായിട്ടുള്ള കുറച്ച് ആഗ്രഹങ്ങൾ വേണ്ട എന്ന് വെക്കേണ്ടി വരും. ഇറ്റ്സ് ഓൾ അബൌട്ട് ജീസസ്, ഇറ്റ്സ് ഓൾ അബൌട്ട് ഗാഡ്. ഹല്ലേലൂയ. ഇയ്യോബിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ? ഇയ്യോബ് തൻ്റെ സമ്പത്ത് കാലത്തും ദൈവത്തിനായി കാത്തിരുന്നു, തൻ്റെ ബുദ്ധിമുട്ടിൻ്റെ കാലത്തും ദൈവത്തിനായി കാത്തിരുന്നു. സകല കാലത്തും ദൈവത്തിനായി കാത്തിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഇയ്യോബ്. ഹല്ലേലൂയ. ശദ്രക്, മേശക്, അബേദ്നഗോ, ഞാൻ ഒത്തിരി എക്സാമ്പിൾസ് പറയാനുണ്ട്. ഞാൻ അവിടുന്ന് പെട്ടെന്ന് പോവാ. ഫയറി ഫേണസിന്റെ ഫ്രണ്ടിൽ when they were standing in front of the furnace, തീച്ചൂളയുടെ നടുവിൽ നിൽക്കുമ്പോഴും അവർ പറയുന്നത് എന്തുവാ? ദൈവം ഞങ്ങളെ വിടുവിക്കും, അഥവാ ഇനി വിടുവിച്ചില്ലെങ്കിലും ഞങ്ങൾക്ക് ഒരു കോംപ്രമൈസും ഇല്ല. ദൈവം എന്നെ വിടുവിക്കും, അതെനിക്ക് ഉറപ്പാ. ജസ്റ്റ് ഇൻ കേസ് ദൈവം എന്നെ വിടുവിച്ചില്ലെങ്കിലും എനിക്ക് അതിനകത്ത് ഒരു 0% പോലും എനിക്ക് അതിനകത്ത് ഒരു വേദനയോ അല്ലെങ്കിൽ അതിനകത്തൊരു റിഗ്രറ്റോ ഇല്ല. ബിക്കോസ് ഞാൻ ഇവിടെ കണ്ടില്ലെങ്കിൽ അവിടെ കാണും. പലപ്പോഴും അവിടെ കാണുമെന്നുള്ള ഉറപ്പില്ലാത്തതുകൊണ്ടാണ് ഇവിടെ വിടാൻ പേടി. ഇവിടെ വിട്ട് കഴിഞ്ഞാൽ അവിടെ എത്തുമെന്നുള്ള ഉറപ്പുണ്ടെങ്കിൽ പിന്നെ ഇവിടെ വിടാൻ പേടിക്കേണ്ട ആവശ്യമില്ല. മനസ്സിലായോ? ഇവിടെ വിടാനുള്ള പേടി എന്ന് വെച്ചാൽ അവിടെ എത്തുമോ, ഇനി ഇച്ചിരി കൂടെ ശരിയാവാനുണ്ട്, ഇനി എത്തുമോ എന്നുള്ള പേടിയുണ്ട്. ഇവിടെ വിടാൻ പേടിയാ. ഇന്ന് പകൽക്കാലം ശരിയാക്കാനുള്ളതൊക്കെ ശരിയാക്കിക്കോണം. ഇനിയിപ്പോൾ നാളെ പ്രസംഗിക്കാൻ ഞാൻ കാണുമെന്ന് അറിയത്തില്ല, കേൾക്കാൻ നിങ്ങളിൽ ആരും കാണുമെന്ന് എനിക്കറിയത്തില്ല, അഥവാ കർത്താവിൻ്റെ വരവ് കാണുമെന്ന് അറിയത്തില്ല. അധികം സമയമൊന്നുമില്ല, നോക്കി നിന്ന് കഴിഞ്ഞാൽ കയറിപ്പോവാം. We don't have much time left. Hallelujah. ഡാനിയേല് ദൈവത്തിന് അല്ലെങ്കിൽ രാജാവിനെ ആരാധിക്കാനും രാജാവിനോട് പ്രാർത്ഥിക്കാനും പറഞ്ഞപ്പം ഡാനിയേൽ പറയുന്ന ഒരു കാര്യമുണ്ട്: എന്നെ കൊണ്ടതൊന്നും പറ്റത്തില്ല. നിങ്ങൾ എന്നെ കൊന്നോ, സിംഹത്തിൻ്റെ വായിലിടുന്നത് ഇട്ടോ, ഐ ഡോണ്ട് മൈൻഡ്. ഞാൻ പ്രാപിച്ച വിശ്വാസവും എനിക്ക് ദൈവത്തോടുള്ള ബന്ധവുമാണ് വലുത്. സിംഹക്കുഴി അല്ല എനിക്ക് വലുത്. ഞാൻ സിംഹക്കുഴി വീണാലും എനിക്കറിയാം, ഞാനിത് പ്രസംഗിക്കുമ്പോൾ ഒത്തിരി പാടാണ് ഇത് പ്രസംഗിക്കാൻ. ഞാൻ പ്രസംഗിക്കുമ്പോൾ എന്നെ തന്നെ ഒത്തിരി ഞാനും കൂടി ഇതിനകത്ത് ഭാഗമായിക്കൊണ്ടാണ് പ്രസംഗിക്കുന്നത്. പറയാനൊക്കെ ഭയങ്കര എളുപ്പമാണ്. ഏത് സന്ദർഭങ്ങളും God doesn't want you to be a Sunday believer. മൺഡേ ടു സാറ്റർഡേ നമുക്ക് ആവശ്യത്തിനുള്ള രീതിയിലൊക്കെ ജീവിച്ചിട്ട് സൺഡേ ഇവിടെ വന്ന് കയ്യും പൊക്കി ഹാലേലൂയ പറഞ്ഞ കേൾക്കുന്ന ഒരു ദൈവത്തെ അല്ല ഞാൻ സേവിക്കുന്നത്. God doesn't want that. ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞല്ലോ, അഭിനയം ദൈവസന്നിധിയിൽ വെറുത്തോ. God doesn't want that. ഞായറാഴ്ച തൊട്ട് അല്ലെങ്കിൽ മൺഡേ ടു ഫ്രൈഡേ അല്ലെങ്കിൽ സാറ്റർഡേ നമുക്ക് ദൈവസന്നിധിയിൽ ജീവിക്കാൻ പറ്റാതെ, ദൈവ കൽപ്പനകൾ അനുസരിക്കാൻ പറ്റാതെ നമുക്ക് നമ്മുടേതായ രീതിയിൽ ഇവിടെയൊക്കെ ജീവിച്ചു പോയിട്ട് ഡോണ്ട് എക്സ്പെക്ട് ഗോഡ് ടു സേ ദാറ്റ് ഐ ആം ഹിസ് ഗാഡ്. വിശുദ്ധിയോടെ ദൈവസന്നിധിയിൽ ജീവിക്കണം. I'm not getting into the next verse. നമ്മളെപ്പറ്റി ദൈവത്തിന് എന്തെങ്കിലും പറയാനുണ്ടോ? ദൈവം എൻ്റെ ദൈവം എന്ന് അഭിമാനത്തോടെ പറയത്തക്ക രീതിയിൽ എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഉണ്ടോ? ഇനി ഞാൻ നെക്സ്റ്റ് വാക്യം കൂടെ ഒന്ന് വായിച്ചു, ഞാൻ അവിടെ കൊണ്ടങ്ങ് നിർത്താം. എനിക്കറിയാം കുറച്ച് നേരത്തെ നിർത്തണമെന്ന്, ബട്ട് I'll stop over here. 17. മതി. യാഗം അർപ്പിച്ചു എന്ന് എഴുതിയേക്കുന്നത് അല്ലേ? അർപ്പിച്ചായിരുന്നോ ശരിക്കും? ഇതെന്തോ വിശ്വാസത്താൽ യാഗം അർപ്പിച്ചു, പാസ്റ്റ് ടെൻസ് ആയിട്ട് എഴുതിയേക്കുന്നത്. പക്ഷെങ്കിൽ നമുക്കറിയാം ആക്ച്വലി അവർ അർപ്പിച്ചില്ല. പക്ഷെങ്കിൽ ദൈവം അത് അർപ്പിച്ചതായിട്ട് കണക്കാക്കി. 75-ാമത്തെ വയസ്സിൽ ദൈവം വാഗ്ദത്തം കൊടുത്തു. 25 വർഷം കാത്തിരുന്നു. 100-ാമത്തെ വയസ്സിൽ ഈ വാഗ്ദത്തം കയ്യിൽ കിട്ടി. ഇത്രയും വിശ്വസിച്ച് ഇത്രയും കാത്തിരുന്ന് ദൈവം കൊടുത്ത ദൈവിക വാഗ്ദത്തം, ദൈവിക അനുഗ്രഹത്തെ ദൈവം കൊടുക്കാൻ പറഞ്ഞപ്പോൾ അബ്രഹാമിന് ഒരു മടിയില്ലായിരുന്നു. അതിനെയാ വിശ്വാസം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കിട്ടുന്നത് മാത്രമല്ല വിശ്വാസം, വാഗ്ദത്ത സന്തതി അല്ലായിരുന്നോ? അതെ, ഞാൻ പറഞ്ഞല്ലോ 75-ാമത്തെ വയസ്സിൽ ദൈവം കൊടുത്ത വാഗ്ദത്തം
അസാധ്യങ്ങളുടെ മധ്യത്തിൽ സാധിക്കുമെന്ന് പറഞ്ഞ് അവിശ്വാസത്തിൻ്റെ മനസ്സ് അല്ലെങ്കിൽ വീക്കണിങ് ഫെയ്ത്ത് അല്ലായിരുന്നു, അവർ വിശ്വാസത്തിൽ ശക്തിപ്പെട്ടു എന്ന റോമാലേഖനത്തിൽ വായിക്കുന്നത് 8-ാം അധ്യായത്തിലൊക്കെ. അപ്പം വിശ്വാസത്തിൽ ശക്തിപ്പെട്ട് പ്രാപിച്ച ആ അനുഗ്രഹത്തെ when God was asking that back, ദൈവം അത് തിരിച്ചു ചോദിച്ചപ്പോൾ അതിനെ ഒരു മടിയും കൂടാതെ കൊടുത്തതാ വിശ്വാസം. ഹല്ലേലൂയ. ദൈവം ശബ്ദം കേട്ട് അബ്രഹാമിനെ നോക്കി അതിരാവിലെ യാഗം കഴിക്കാൻ പുറപ്പെടുന്നു. അബ്രഹാമിന് സാറയോട് പറഞ്ഞോ ഇല്ലയോ എന്നൊന്നും അറിയത്തില്ല. ഇന്നത്തെ പ്രശ്നം എന്ന് വെച്ചാൽ അബ്രഹാമിന് ആഗ്രഹം ഉണ്ടെങ്കിൽ ചിലപ്പോൾ സാറ് സമ്മതിച്ചെന്നിരിക്കത്തില്ല. അബ്രഹാമിനോട് ചില കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ സമ്മതം കിട്ടണമെന്നൊന്നും നിർബന്ധമൊന്നുമില്ല. പറഞ്ഞോ ഇല്ലയോ എന്നൊന്നും അവിടെ എഴുതിയിട്ടില്ല. കാരണം അബ്രഹാമിൻ്റെ ഒരു ടെൻഷൻ ആലോചിച്ച് നോക്കണം. ഇത് സാറയെ പറഞ്ഞ് മനസ്സിലാക്കണം. എന്തോ ടെൻഷനാണെന്നറിയോ ഒരു കാര്യം പറഞ്ഞ് മനസ്സിലാക്കാം. കാരണം അബ്രഹാമിൻ്റെ അടുത്തല്ലേ പറഞ്ഞത്, ഇത് സാറയോടല്ലല്ലോ പറഞ്ഞത്. അബ്രഹാം എടുത്ത ആ ഒരു സെൻസിൽ സാറ എടുക്കണമെന്നില്ല. Because the relationship between God and Abraham was different from the relationship between Sarah and God. And God directly had spoken to Abraham. അബ്രഹാമിൻ്റെ അടുത്ത് ദൈവം പറഞ്ഞു. ഇതിനി സാറയെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി ഒന്ന് കൺവിൻസ് ചെയ്തെടുക്കാൻ അബ്രഹാം എന്തോരം പാടുപെട്ട് കാണും. പക്ഷേങ്കിൽ അങ്ങനെ കൺവിൻസ് ചെയ്തെടുത്തപ്പോഴും അബ്രഹാം പറഞ്ഞൊരു കാര്യമുണ്ട്. സാറ ഒരുപക്ഷെ പറഞ്ഞാണ്, നിങ്ങൾക്ക് വട്ട മനുഷ്യ, ദൈവം തന്ന വാഗ്ദത്തമല്ലേ, ദൈവമല്ലേ പറഞ്ഞത് നിങ്ങൾക്ക് കുഞ്ഞിനെ തരാമെന്ന്. ദൈവം തന്ന വാഗ്ദത്തമല്ലേ, നിങ്ങൾക്ക് എന്താ ഭ്രാന്താണോ, രാവിലെ പിച്ചും പേയും വിളിച്ച് പറയാതെ പോയി കിടന്ന് ഉറങ്ങാൻ പറഞ്ഞാണ് ചിലപ്പോൾ. പക്ഷെ അബ്രഹാമിന് അറിയായിരുന്നു തന്നോട് പറഞ്ഞത് ആരാന്ന്. ഹല്ലേലൂയ. 25 വർഷം കഴിഞ്ഞ് 25 വർഷത്തിന് ശേഷം കിട്ടിയ വാഗ്ദത്തമായാലും ചില വാഗ്ദത്തങ്ങൾ ദൈവം തിരിച്ചെടുത്താൽ അത് സന്തോഷത്തോടെ കൊടുക്കാൻ മനസ്സ് വേണം. ദോഷമായിട്ടൊന്നും എന്നോ നിന്റെ താതൻ ചെയ്യുകയില്ല, ദോഷമായിട്ടൊന്നും എന്നോ നിന്റെ താതൻ ചെയ്യുകയില്ല, എന്നെ അവനടിച്ചാലും അവനെന്നെ സ്നേഹിക്കുന്നു, എന്നെ അവനടിച്ചാലും അവനെന്നെ സ്നേഹിക്കുന്നു. Faith willingly surrenders every blessing to offer it back to God. Hallelujah. ദൈവം തന്നതിനെ വിശ്വാസത്തോടെ തിരിച്ചു കൊടുക്കാൻ ദൈവം ആവശ്യപ്പെട്ടാൽ അത് തിരിച്ചു കൊടുക്കുന്നത് വിശ്വാസം. ഞാൻ ഇവിടെ കൊണ്ട് നിർത്തുക. ലെറ്റ്സ് കണ്ടിന്യൂ. ഇഫ് ഗോഡ് അലൗസ് വി വിൽ കണ്ടിന്യൂ വിത്ത് ദ ടോപ്പിക്. ദൈവങ്ങളിലേക്ക് നമ്മളെ തന്നെ സമർപ്പിക്കാം. ദൈവം നമ്മളെക്കുറിച്ച് നമ്മുടെ ദൈവം എന്ന് പറയാൻ അഭിമാനിക്കത്തക്ക രീതിയിൽ ഡു വി ഹാവ് സംതിങ് ഇൻ അവർ ലൈഫ്സ്? എൻ്റെ ജീവിതത്തിൽ ദൈവത്തിന് അഭിമാനിക്കാൻ പറ്റിയതാണോ എൻ്റെ ജീവിതത്തിലെ അനുഭവങ്ങളിലുള്ളത്, അതോ ദൈവം എന്നെപ്പറ്റി ദൈവത്തിൻ്റെ മകൻ എന്ന് പറയാൻ ലജ്ജിക്കുന്ന എന്തെങ്കിലുമാണോ എൻ്റെ പക്കലുള്ളത്? ലെറ്റ്സ് എക്സാമിൻ ourselves. കർത്താവേ, ഐ വോണ്ട് ടു ബി കോൾഡ് യുവർ സൺ. ദൈവം അഭിമാനത്തോടെ പറയണം എൻ്റെ മകനാ, എൻ്റെ മകളാണെന്ന്. അതിന് തടസ്സമായി ലോകത്തോടുള്ള സ്നേഹമോ എന്തോ ആയിക്കൊള്ളട്ടെ കർത്താവേ, we just want to get rid of that this morning and help us to give back every blessing that you have given us. If you want it once, if you ask us back. ദൈവമേ, അങ്ങ് ഞങ്ങളുടെ അടുത്തുനിന്ന് അങ്ങയുടെ വാഗ്ദത്തമാണെങ്കിലും തിരിച്ചു ചോദിച്ചാൽ അത് സന്തോഷത്തോടെ തരുവാൻ ഞങ്ങളെ ബലപ്പെടുത്തണമേ. And we know that you does everything for good. സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്ന ദൈവം അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങളെ സമർപ്പിക്കുന്നു. പ്രാർത്ഥനയോടെ ദിവസങ്ങളിലായിരിക്കുമ്പോൾ സൈമണങ്ങളെ ശബ്ദം ഉയർത്തി പ്രാർത്ഥിക്കും. ാടിയങ്ങൾക്കൊന്നിച്ച് ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുവാനും ഭൂമിയിൽ ഒരുക്കി തന്ന മഹാഭാഗ്യത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. കടന്നു വന്ന സമയം മുതൽ ഈ നിമിഷം വരെ അനുഗ്രഹിക്കപ്പെട്ട പാട്ട്, പ്രാർത്ഥന, ആരാധന
സങ്കീർത്തനങ്ങളെ സാക്ഷ്യങ്ങളെ ഒക്കെ തന്ന് സഹായിച്ചത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. ശുശ്രൂഷിപ്പാൻ അവിടെ ഞങ്ങളുടെ ദാസന്മാരെ ബലപ്പെടുത്തിയല്ലോ, ശക്തിപ്പെടുത്തിയല്ലോ. അടിയങ്ങൾക്ക് വേണ്ടി അനുഗ്രഹിക്കപ്പെട്ട വചനം വിളമ്പി തരുവാൻ തക്കവണ്ണം ഇടയായല്ലോ. എല്ലാത്മായി നന്ദിയോടെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. അബ്രഹാമിനെ പോലെ വിശ്വാസത്തിൽ മുന്നേറുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും ദൈവം സഹായിക്കണം, അനുഗ്രഹിക്കണം. ജീവിതത്തിൽ വരുന്ന പ്രതികൂലങ്ങളും പ്രതിസന്ധികളെയും ഒക്കെ നടുവിലും ഹല്ലേലൂയ സ്തോത്രം വിശ്വാസത്തോടെ പ്രത്യാശയോടുകൂടി കർത്താവിൻ്റെ സന്നിധി മുന്നേറുവാൻ ഞങ്ങളെ ഓരോ മക്കളെയും സഹായിച്ച് അനുഗ്രഹിക്കണം. അവിടുത്തെ ദാസന്മാരെ ശുശ്രൂഷിപ്പാൻ സഹായിച്ചതിനായി സ്തോത്രം. പ്രത്യേകാല ദൈവമേ, പുതുവർഷത്തിലേക്ക് പ്രവേശിച്ച 2 കുഞ്ഞുങ്ങളെ ഓർ പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങൾ പുതുവർഷം എല്ലാ നിലകളിലും അനുഗ്രഹമായി തീരുവാൻ സഹായിക്കണം. ഹല്ലേലൂയ സ്തോത്രം. കർത്താവ് വ്യക്തി കുടുംബമായവർ കടന്നു വന്ന് കർത്താവെ ദാനമായി തന്ന പൈതലോടത്തായിരിക്കാൻ സഹായിച്ചല്ലോ. നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. ഹല്ലേലൂയ ദേവാസം കർത്താവ് നാട്ടിൽ നിന്ന് അതുപോലെ ലിജോയും നിശ്ചയൊക്കെ നാട്ടിൽ നിന്ന് യാത്ര തിരിക്കുവാന്നല്ലോ. യാത്രയെ കൂടുതൽ സഹായിക്കണം. സന്തോഷത്തോടെ കടന്നു വന്ന് ഒന്നിച്ച് ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്താൻ സഹായിക്കണം. എല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്ന അടിയങ്ങളുടെ നിവാസൻ്റെ ശുശ്രൂഷയൊക്കെ അനുഗ്രഹിച്ചതിനായി സ്തോത്രം. ദൈവം അടിയങ്ങളുടെ ജോലിയിലും ഭവനത്തിലായിരിക്കുന്ന മക്കൾക്കായി സ്തോത്രം. പൈതൃകം കൊടുക്കുന്ന എല്ലാ വിടുതലിനും സൗഖ്യത്തിനും സമാധാനത്തിനായി സ്തോത്രം. കടന്നു വന്ന മക്കളുടെ രഹസ്യവും പരസ്യമായ ഓരോ വിഷയം ദൈവം അറിയുന്നുണ്ടല്ലോ. അതിന്മേലും മറുപടി കൊടുത്ത് സഹായിച്ച് അനുഗ്രഹിക്കണം. ദൈവമേ, COSന് വേണ്ടി ആഗ്രഹിക്കുന്ന മക്കളുണ്ട്, പുതിയ ജോലിക്ക് വേണ്ടി ആഗ്രഹിക്കുന്ന മക്കളുണ്ട്. ദൈവം മനസ്സലിയണമേ, ദയതോന്നണം. അവർക്ക് വേണ്ടിയ നിലനിൽപ്പിൻ്റെ വഴിപാടുകളെല്ലാം ദൈവം തുറന്നു കൊടുക്കണം. ഹല്ലേലൂയ സ്തോത്രം. നിയമങ്ങളെല്ലാം അനുകൂലമായ രീതിയിൽ അങ്ങയുടെ ജനത്തിന് വേണ്ടിയുള്ള നിയമങ്ങളെയൊക്കെ ദൈവം നടത്തി സഹായിച്ച് അനുഗ്രഹിക്കണം. അതെല്ലാം തിരുനാമം മഹത്വം എടുക്കാൻ സഹായിക്കണം. ഞങ്ങളുടെ പ്രായമായ മാതാപിതാക്കൾക്കായി സ്തോത്രം. എല്ലാവർക്കുമായി നന്ദി ഹൃദയത്തോട് അങ്ങേ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. കർത്താവേ, പ്രാർത്ഥനയിൽ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതിന്മേലും മറുപടി സഹായിക്കണമെന്ന് താഴ്മൂടി അപേക്ഷിക്കുന്നു. പ്രാർത്ഥന കേട്ടനായി സ്തോത്രം. സർവ്വ ഞങ്ങൾക്ക് വേണ്ടി കാലുകറി ജീവൻ വെച്ച് ഞങ്ങളുടെ വിലയേറിയ പൊന്നേശുപുത്രന്റെ തിരുനാമം തന്നെ ആമേൻ. കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേട്ടിരിക്കാൻ നമുക്ക് സ്തോത്രം ചെയ്യാം. സ്തോത്രം സ്തോത്രം സ്തോത്രം. നമ്മുടെ യാചനകൾക്ക് ദൈവം മറുപടി ഇരുന്നതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം സ്തോത്രം. വോഷിപ്പിനെ ദൈവത്തോളം അനുഗ്രഹിച്ചതിനാൽ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. സ്തോത്രം സ്തോത്രം സ്തോത്രം. അനുഗ്രഹത്തോടെ ഇപ്പോൾ അയക്ക അടിയാരേ ഹോവായേ മനസ്സലിവുടയ മഹോന്നത പരനേ വന്ദനം നിനക്കാമേ. മനസ്സലിവുടയ മഹോന്നത പരനേ വന്ദനം നിനക്കാമേൻ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ യേശുക്രിസ്തുവിൻ്റെ കൃപയും ആശ്വസിപ്പിച്ച് വരുന്ന പരിശുദ്ധാത്മാവിൻ്റെ സംബന്ധവും സഹവാസവും കൂട്ടായ്മയും നാം എല്ലാവരും പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളോടും ഭൂമിയിലുള്ള സകല വിശുദ്ധന്മാരോടും കൂടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ 2ാമത്തെ വരെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. അവർക്കവിടെ ദൈവജാണ്ട് മഹത്വം കരയേറ്റാം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ വരണമേ. നമുക്ക്